ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ലാബ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്തൊരു ചാപ്റ്റർ നോക്കാൻ പോവാണ്. സോ യു വാണ്ട് ടു ബി എ മോട്ടിവേഷണൽ സ്പീക്കർ. മോട്ടിവേഷൻ ടോക്കുകളാണ് ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ റീൽ എടുത്തിടാൻ പറ്റും. പക്ഷേ വാട്ട് ഈസ് മോട്ടിവേഷണൽ സ്പീക്കിംഗ് ആൻഡ് ഹൂ ഈസ് കാപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ്? ആരാണ് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ? ആർക്കാണ് ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. ഷെപ്പ് ഹൈക്കൻ എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള മോട്ടിവേഷണൽ സ്പീക്കർ ആണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾക്ക് പകർന്നു തരുന്നത്. അദ്ദേഹത്തിന്റെ എഴുത്താണ് ഇത് ആക്ച്വലി. അപ്പൊ ആരാണ് ഷെപ്പ് ഹൈക്കൻ എന്ന് നോക്കാം. ഈസ് എ മോട്ടിവേഷണൽ സ്പീക്കർ, കസ്റ്റമർ സർവീസ് എക്സ്പേർട്ട് ആൻഡ് ഓതർ. അപ്പൊ ഇത്രയും പ്രൊഫഷനിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു ചാപ്റ്റർ തരുന്നത്. ആൻഡ് ഹി ഈസ് എ മോട്ടിവേഷണൽ സ്പീക്കർ ടു. Now he worked with Apple, Disney, American Express and authored 7 books. അപ്പോൾ വലിയ ഒരാളാണ്. ആപ്പിളിന് വേണ്ടിയിട്ടും ഡിസ്നിക്ക് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്ത ആളാണ്. 7 പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹമാണ് പറയുന്നത് മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്താണ്. Now he views on becoming a successful motivational speaker. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്തൊക്കെ ചേർന്നാലാണ് ഒരു സക്സസ്ഫുൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കറായി നമ്മൾ മാറുക, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ മോട്ടിവേഷണൽ സ്പീക്കർക്ക് എന്തൊക്കെ കഴിവ് വേണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നൗ പാഷൻ ഫോർ ഇൻസ്പയറിംഗ് അതേഴ്സ്. നമ്മളുടെ വാക്കുകളുണ്ട്. നമുക്ക് വാക്കുകൾ മാത്രമേ അവിടെ പറയാൻ പറ്റുള്ളൂ. സ്പീക്കിംഗ് ആണല്ലോ, ഒരു സ്റ്റേജിൽ എന്നാണ് നമ്മൾ പറയുന്നത്. നൗ പാഷൻ ഫോർ ഇൻസ്പയറിംഗ് അതേഴ്സ്. മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യിച്ചിട്ട് നമ്മളുടെ വാക്കുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു ചീത്തയായ ഒരു കാര്യം നിർത്തിക്കാനോ നമുക്ക് കഴിവ് വേണം. അങ്ങനെയുള്ള ഒരാളാണ് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആയിട്ട് മാറുക. നൗ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. വെറുതെ പറഞ്ഞു പോയാൽ മതിയോ? പോരാ. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ അദ്ദേഹത്തിന് വേണം. പലതരത്തിൽ പറയാൻ പറ്റണം. ചിലപ്പോൾ പാട്ട് പാടാൻ പറ്റണം, ചിലപ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റണം, ചിലപ്പോൾ കഥ പറയാൻ പറ്റണം, ചിലപ്പോൾ നോവലിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റണം, ചിലപ്പോൾ കഥാപ്രസംഗം നടത്തേണ്ടി വരും. സോ കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ തരത്തിൽ നിർത്താൻ പറ്റും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിഞ്ഞിരിക്കണം. നൗ ഒതന്റിസിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി. പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണം. ഓക്കെ, പിന്നെ ക്രെഡിബിൾ ആയിരിക്കണം. ക്രെഡിബിളും അദ്ദേഹത്തിന്റെ ഒരു ജീവിത ധൈര്യമായിട്ട്, ഒരു ലൈഫ് സ്റ്റൈലായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. നൗ കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. ഒരാള് 10 വർഷം എല്ലാ സ്റ്റേജിലും പോയിട്ട് ഒരേ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അദ്ദേഹത്തിന് പിന്നെ പരിപാടി കൊടുക്കുവോ? ഇല്ല. എന്ത് വേണം? കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ സന്ദർഭങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കണം. കഥകൾ മാറ്റണം, സന്ദർഭങ്ങൾ മാറ്റണം, എടുക്കുന്ന രീതി മാറ്റണം, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ മാറ്റണം, എല്ലാം മാറ്റണം. ഇങ്ങനെ മാറി മാറി ലേണിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇംപ്രൂവ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആണെങ്കിൽ ബേസിക് ആയിട്ട് ഈ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നൗ The article provides guidance on crafting and delivering impactful speeches. എന്തിനാ ഈ ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത്? How to deliver impactful speeches. നമ്മൾ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ കാണുമ്പോൾ എന്താ കാണുന്നത്? അവർ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നാളെ രാവിലെ നിങ്ങൾ 7 മണിക്ക് എഴുന്നേക്കണം. അപ്പൊ നമ്മൾ ഇരുന്ന് തല കുലുക്കും. എല്ലാവരും എഴുന്നേക്കാറുണ്ടോ? ഇല്ല. അപ്പൊ ഇത് കേട്ടാൽ മാത്രം പോരാ, നമ്മൾ ആക്ട് ചെയ്യാൻ കൂടെ വേണം. സ്റ്റിൽ നമ്മളെ കൊണ്ട് ഈ തല കുലുക്കിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് വേണം. which is essential for academic presentations or group project. അപ്പോൾ കുറെ ആൾക്കാർ തിങ്ങിക്കൂടിയിരിക്കുന്ന ഒരു സ്റ്റേജിലാണെന്നിരിക്കട്ടെ, അദ്ദേഹത്തിന് ഇത് പറഞ്ഞ് ചെയ്യിപ്പിക്കണ്ടേ? അതാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. Now Shep gives some core beliefs about every speaker who steps on stage. അദ്ദേഹം പറയാണ്, ഒരു സ്റ്റേജിലേക്ക് വരുന്ന പുതിയതോ പഴയതോ ആയിട്ടുള്ള ഒരു സ്പീക്കർ ആയിരുന്നിരിക്കട്ടെ, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കോർ ബിലീഫ് ഇയാൾ എന്തൊക്കെ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. 1. All speakers must be motivational. സ്വയം മോട്ടിവേറ്റ് ചെയ്യാനും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാനും പറ്റുന്ന ഒരാളായിരിക്കണം അദ്ദേഹം. എനിക്ക് ഒരു ഊർജ്ജമില്ല, ഞാൻ പറയുന്നത് ആർക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ഇരുന്ന് ആരെങ്കിലും കേൾക്കുമോ? ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയാൻ പറ്റണം, അത് കേൾക്കാനും പറ്റണം. അപ്പൊ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം, സ്വയം മോട്ടിവേറ്റഡ് ആയിരിക്കുകയും വേണം. നൗ they must have a unique delivery style and motivate your audience. കുറെ കാര്യം അറിയാം, പക്ഷെ ഇത് കൺവേ ചെയ്യാൻ അറിഞ്ഞിട്ടില്ലെങ്കിലോ പ്രശ്നമാണ്. ചില ബോഡിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ ഇതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്ത് ചെയ്യും? യുണീക്ക് ഡെലിവറി സ്റ്റൈൽ ആയിരിക്കണം. ഒരാളെ പോലെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മളെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്, അവരെ പോലെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. യൂട്യൂബിൽ നമ്മൾ കാണുന്ന ആൾക്കാർ, അവരെ പോലെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ചെയ്താലും സക്സസ്ഫുൾ ആയിരിക്കില്ല. അപ്പൊ നമ്മളുടേതായിട്ടുള്ള യുണീക്ക് പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യണം. നൗ സെക്കൻഡ് വൺ, എ ഗുഡ് ആൻഡ് സ്ട്രോങ് കണ്ടന്റ് either to motivate audience or to do something or stop doing something. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആൾക്കാർ എന്തിനാ വന്നേ? നിങ്ങളുടെ
സ്പീക്കിംഗ് അല്ലെങ്കിൽ ഒരു സംസാരം കേട്ടിട്ട് എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ കിട്ടാനാണ് വന്നിരിക്കുന്നത്. ഒന്നുകിൽ അവർ ചെയ്യുന്നതായിരിക്കണം നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിലോ നിങ്ങൾ അവരെ ഉപദേശിക്കുകയായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾ പുകവലി നിർത്തണം, മദ്യപിക്കരുത്, ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മോട്ടിവേഷണൽ സ്പീക്കിംഗ് ആയിരുന്നെങ്കിൽ എന്ത് നിങ്ങൾ ചെയ്യണം? ഒരിക്കലും അവരെ കൊണ്ട് പിന്നീട് അത് ചെയ്യിക്കാൻ തോന്നാത്ത തരത്തിലായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളെ സംസാരം കേട്ട് അയാൾ പോയിട്ട് കുടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ കുടി നിർത്താൻ വേണ്ടിയിട്ടാണ് മോട്ടിവേഷണൽ സ്പീക്കിംഗ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം അത് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട്. നൗ പോപ്പുലർ സ്പീക്കേഴ്സ് ലൈക്ക് ടോണി റോബിൻസ് ആൻഡ് സിഗ് സിഗ്ലർ are considered as gurus who have positively impacted their audience. അപ്പോൾ നമ്മൾ ഇദ്ദേഹം പറയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേൾഡ് ഗുരുസ് എന്ന് അറിയപ്പെടുന്ന രണ്ടുപേരാണ് ടോണി ആൻഡ് സിഗ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ. അപ്പൊ അവരൊക്കെ അവരുടെ ഓഡിയൻസിനെ അത്ര അധികം നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, അത്രയും നന്നായിട്ടാണ് ഓഡിയൻസ് അവരെ എടുത്തിട്ടുള്ളത്. അപ്പൊ അത്രയും നല്ല ഗുരുസ് ആണ് അവർ നമ്മുടെ മുമ്പിലുള്ളത്. ദേ ഹെൽപ് ടു അച്ചീവ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗോൾസ്. ഇവരെ എന്താ അങ്ങനെ ഗുരു എന്ന് അറിയപ്പെടാനുള്ള കാരണം? അവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി അവർ ക്ലാസ് എടുക്കുമ്പോൾ, സ്പീക്ക് ചെയ്യുമ്പോൾ, മോട്ടിവേഷൻ നടത്തുമ്പോൾ ദേ ഹെൽപ് ടു അച്ചീവ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗോൾസ്. ഇവര് ചെയ്തിട്ട് അവരുടെ സ്വന്തം ജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ ബിസിനസ്സിലോ അല്ലെങ്കിൽ അവരുടെ ജോലിയിലോ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ആളായിരിക്കണം അവർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത്രയും കഴിവുള്ള ഒരാളായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നൗ ഹു ഈസ് എ മോട്ടിവേഷണൽ സ്പീക്കർ? അപ്പൊ നമുക്ക് സംശയം വരും, ആരാ മോട്ടിവേഷണൽ സ്പീക്കർ? ദ ടേം മോട്ടിവേഷണൽ സ്പീക്കർ ഈസ് എ ജനറിക് ടേം ഫോർ പ്രൊഫഷണൽ സ്പീക്കർ. പ്രൊഫഷണലി സ്പീക്ക് ചെയ്യാൻ പറ്റുന്ന ഏതൊരാളെയും നമുക്ക് മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് വിളിക്കാം. പക്ഷേ they want to be paid or to speak in front of an audience. അവർക്ക് ചിലപ്പോൾ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. വെറുതെ വന്ന് അവർ പ്രസംഗിക്കില്ല, കാരണം അവർക്ക് അത്രയും തിരക്കുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് അവരെ വിളിക്കേണ്ടി വരും. സം സ്പീക്കേഴ്സ് എങ്ങനെയാണ് ഇനി ഒരു സ്പീക്കർ ആയി വരുന്നത്? ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആവണമെങ്കിൽ ഒന്നെങ്കിൽ അതിൽ ട്രെയിൻ ചെയ്ത് വന്ന ആളായിരിക്കാം, അല്ലെങ്കിലോ സം സ്പീക്കേഴ്സ് ക്യാൻ ബി കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ്സ് ഓർ സം ആർ ലുക്കിംഗ് ടു ലീവ് കോർപ്പറേറ്റ് വേൾഡ് and want to share their knowledge to others, or someone who have a passion to talk and wants to escape from traditional corporate jobs. മൂന്ന് തരത്തിലുള്ള ആൾക്കാരെയാണ് പറയുന്നത്. ആരൊക്കെയാ? സാധാരണയായിട്ടോ അല്ലാത്ത ആൾക്കാരും വരാറുണ്ട്. അപ്പൊ ആരാ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുന്നതിൽ സാധ്യതയുള്ളത്? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് കമ്പനികൾ വർക്ക് ചെയ്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പഠിച്ച് നല്ല എബിലിറ്റി ആയിട്ട് ഒരു മോട്ടിവേഷണൽ സ്പീക്കിംഗ് നടത്താൻ എല്ലാ കഴിവുമായിട്ട് വരുന്ന ഒരു തരത്തിലുള്ള ആൾക്കാർ. രണ്ട്, ഈ കോർപ്പറേറ്റ് വേൾഡ് വിട്ടിട്ട് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, എനിക്കൊരു ജോലി ചെയ്യണം, എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാരും രണ്ടാമത്തെ തരം. മൂന്നാമത്തേതോ, എനിക്ക് സംസാരിക്കലാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം, എൻ്റെ പാഷൻ സംസാരിക്കല, എനിക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്ന മൂന്നാമത്തെ കുറച്ച് ആൾക്കാർ. ഇങ്ങനെ കുറച്ച് ആൾക്കാരാണ് എവിടെ വരുന്നത്? നമ്മളുടെ ഈ മോട്ടിവേഷണൽ സ്പീക്കിങ്ങിലേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളുടെ ഇടയിൽ നമ്മൾ കാണുന്നവരിൽ പല ആൾക്കാരും. ഇനി എന്തൊക്കെയാണ് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആവാൻ വേണ്ട കണ്ടീഷൻസ്? ബ്രീഫ് കണ്ടീഷൻസ് ടു ബിക്കം എ സ്പീക്കർ. മോട്ടിവേഷണൽ സ്പീക്കർ ആവാൻ എന്തൊക്കെ ആവണം? അതിന് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് സ്പീക്കിംഗ് ടൈപ്പിലുള്ള ആൾക്കാരെ അദ്ദേഹം കാണിച്ചു തരികയാണ്. ഇത്രയൊക്കെയുള്ള ആൾക്കാരെ ഇവിടെ നമ്മളുടെ ചുറ്റുമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഒരു ബാറ്റിനെ കുറിച്ച് പറയാ. ഈ ബാറ്റാണ് നമ്മളെ മോട്ടിവേഷണൽ സ്പീക്കിംഗ് എന്ന് വിചാരിക്കുക. ബാറ്റിനെ കുറിച്ച് പറയാം. അപ്പൊ നമ്മൾ പറയും ഇത് MRFന്റെ ബാറ്റ്, ഇത് ഗിൽക്രിസ്റ്റിന്റെ ബാറ്റ്, ഇത് രാഹുൽ ദ്രാവിഡ് ഉപയോഗിക്കുന്ന ബാറ്റ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ട് പറയാ ഇതൊന്നും അല്ലാത്ത ഒരു ബാറ്റ് ഉണ്ട്, ഇതൊന്നും അല്ലാത്ത ഒരാളുണ്ട്, അയാളാണ് മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം കുറെ ടൈപ്പ് ഓഫ് സ്പീക്കേഴ്സിനെ കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് അവസാനം പറയും ആരാണ് മോട്ടിവേഷണൽ സ്പീക്കർ എന്ന്. നമുക്ക് നോക്കാം. ഒന്നാമത്തേത് പ്രൊഫഷണൽ സ്പീക്കേഴ്സ് ആണ്. ഓക്കെ, പലതരത്തിലുള്ള സ്പീക്കേഴ്സിനെ കുറിച്ച് പറയാണ്. പ്രൊഫഷണൽ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ആരാ? someone who is paid to speak in front of an audience. ഓഡിയൻസിന് മുമ്പിൽ ഒരു പ്രൊഫഷണലി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഫഷണൽ സ്പീക്കർ എന്ന് പറയുന്നത്. കാരണം അയാൾക്ക് ഒരു പ്രൊഫഷനെ പറ്റി അറിയാം, ഒരു ടീച്ചറാണ്, ഒരു എഞ്ചിനീയർ ആണ്. അപ്പൊ അയാൾക്ക് ആ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീപ്പ് ലേണിംഗ് അയാളുടെ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് പറയാം? ആ ഒരു ഓഡിയൻസിന് മുമ്പിൽ അയാളെ പേ ചെയ്തിട്ട് അയാൾക്ക് പൈസ കൊടുത്തിട്ട് കൊണ്ടുവന്ന് സംസാരിപ്പിക്കാം. രണ്ട്, സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട്. ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ചിട്ട് ISRO, AI, ക്രിക്കറ്റ്, ആ പ്രത്യേക വിഷയത്തിനെ കുറിച്ച്, ആ സബ്ജക്റ്റിനെ കുറിച്ച് അത്രയും എക്സ്പേർട്ട് ആയിട്ട് അറിയുന്ന ഒരാളുണ്ടായിരിക്കും. അയാളുടെ മുകളിൽ ഇനി ഒരാളും ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾ എങ്ങനെ കൊണ്ടുവരാം? പെയ്ഡ് ഓർ നോട്ട്. ചിലപ്പോൾ അയാൾ ഫ്രീ ആയിട്ട് വന്നേക്കാം, ചിലപ്പോൾ പൈസ കൊടുക്കേണ്ടി വരും. അത് അയാളുടെ ഇഷ്ടം പോലെ ഇരിക്കും. നൗ ദിസ് വാല്യുബിൾ റിസോഴ്സ് പേഴ്സൺ സ്പീക്കർ ഈസ് ബ്രോട്ട് ടു ഷെയർ ഇൻഫർമേഷൻ. ഇയാൾ എന്തിനാ കൊണ്ടുവരുന്നത്? ആ ഒരു പ്രത്യേക കാര്യത്തിലുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും അറിയാത്ത കുറച്ച് ആൾക്കാരുടെ നമ്മുടെ മുമ്പിലുണ്ട്.
അവർക്ക് വേണ്ടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ടിനെ കൊണ്ടുവരുന്നത്. ആ സബ്ജക്റ്റിൽ അയാൾ എക്സ്പേർട്ട് ആണ്. നൗ അടുത്തത് ഇൻസ്പിറേഷണൽ സ്പീക്കർ. ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ സച്ചിൻ ഒരു വേദിയിൽ വന്നിട്ട് സംസാരിക്കുക, ധോണി, രജനീകാന്ത്, മോഹൻലാൽ ഇവരൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഇൻസ്പിറേഷൻ വരും, ഇവരെ പോലെ ആയി മാറണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ someone who speaks on an emotional topic, story is inspiring. അവരുടെ കഥ അവർ അടിപൊളിയായിട്ട് സംസാരിക്കും, അവരുടെ കഥ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ആവാൻ തോന്നും. അങ്ങനെയുള്ള ആൾക്കാരാണ് എന്ത് ഇൻസ്പിറേഷണൽ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത്. നൗ ഇൻഡസ്ട്രി സ്പീക്കർ. ഇൻഡസ്ട്രി സ്പീക്കറോ പെയ്ഡ് ഓർ നോട്ട്, പെയ്ഡ് ആയിട്ട് കൊണ്ടുവരാം, അല്ലാതെയും കൊണ്ടുവരാം. ടു സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ആൻ ഓഡിയൻസ് ഓഫ് പിയേഴ്സ് ഹു ആർ ഇൻ സെയിം ഇൻഡസ്ട്രി. ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ആ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രി സ്പീക്കറെയാണ് കൊണ്ടുവരേണ്ടത്. എന്താണ് ട്രെൻഡ്, എങ്ങനത്തെ ബിൽഡിങ്സ് ആണ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് വീട് ഉണ്ടാക്കാം, ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് ആര്, ഇൻഡസ്ട്രി സ്പീക്കർ എന്ന് പറയുന്നത്. ഇനി മോട്ടിവേഷണൽ സ്പീക്കറെ കുറിച്ച് പറയാം. ആരോ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ, ഓൾ ഓഫ് ദ എബവ്. ഈ ഇത്രയും സ്പീക്കേഴ്സ് കൂടിയ ഒരാളാണ് ആര്, ഈ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആരൊക്കെയുണ്ട്, പ്രൊഫഷണൽ ഉണ്ട്, സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് ഉണ്ട്, ഇൻസ്പിറേഷൻ ഉണ്ട്, ഇൻഡസ്ട്രി ഉണ്ട്. ഇത്ര ആൾക്കാർ കൂടി ചേർന്നാലേ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആവുക. അപ്പൊ നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ചെറിയ ജോലിയല്ല, വലിയൊരു ജോലിയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. A motivational speaker is capable of making or moving the audience into action of some kind. നമ്മളെല്ലാം വിചാരിക്കും ഇയാളെ സംസാരിച്ചിട്ട് പോയാൽ മതി, പോരാ. ഈ മോട്ടിവേഷണൽ സ്പീക്കറുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പറഞ്ഞാൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പോയിട്ട് അത് ചെയ്യാൻ തോന്നണം. ഇപ്പോൾ ചില സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു IAS കാരന്റെ സിനിമ കണ്ടാൽ നമുക്ക് IAS കാരനെ പോലെ ആവാൻ തോന്നും, ഇല്ലേ? സോ അതുപോലെയാണ് മോട്ടിവേഷണൽ സ്പീക്കറുടെ ഉത്തരവാദിത്വം. ആ ഒരു സ്റ്റേജ് വിട്ടിറങ്ങി കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതുപോലെ ആ ഓഡിയൻസിന് ചെയ്യാൻ തോന്നണം. ദ ക്ലോസിംഗ് സ്ലൈഡ്. അപ്പൊ എങ്ങനെയാണ് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ നിർത്തേണ്ടത്? ഒരു പരിപാടി അവതരിപ്പിച്ച് നിർത്തുകയാണെങ്കിൽ എന്തൊക്കെ അയാൾ ശ്രദ്ധിക്കണം? ഒരു പരിപാടി എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണല്ലോ. അദ്ദേഹം കുറെ സംസാരിച്ചു, അത് കഴിഞ്ഞാൽ ഇങ്ങോട്ടും കുറെ സംസാരം വരും. ദ ക്ലോസിംഗ് സ്ലൈഡ്സ് ഈ പ്രസൻസ് ടു ഹിസ് ഓഡിയൻസ് വിൽ ഹാവ് ക്വസ്റ്റ്യൻസ് ലൈക്ക്. അങ്ങോട്ട് ചോദിക്കുകയാണ്, ഈ സ്പീക്കർ ചോദിക്കുക, ഈ പരിപാടിയൊക്കെ കഴിഞ്ഞു, നിങ്ങളെല്ലാം കേട്ടു, ഇനി വാട്ട് വിൽ യു ഡു? ഇദ്ദേഹം ഒരു സ്ലൈഡിലൊക്കെ എഴുതി ചോദിക്കും, നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? വാട്ട് വിൽ യു ചേഞ്ച്? ഈ ഒരു പരിപാടി കേട്ടിട്ട് നിങ്ങൾക്ക് ഇനി എന്ത് ചേഞ്ച് നിങ്ങൾ വരുത്തണമെന്നാണ് വിചാരിക്കുന്നത്? വാട്ട് വിൽ യു സ്റ്റോപ്പ് ഡൂയിങ്? ഇപ്പൊ നിങ്ങൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആളാന്നിരിക്കട്ടെ, എന്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് മദ്യപാനം പിന്നെയും ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അത് ഞാനൊരു ഫെയിലിയർ ആണെന്ന് തെളിയിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അത് നിർത്തുമെന്നുള്ള ഒരു കാര്യം തീരുമാനിച്ചിരിക്കണം. സോ വാട്ട് വിൽ യു സ്റ്റോപ്പ് ഡൂയിങ്? അപ്പോൾ ഈ മോട്ടിവേഷണൽ സ്പീക്കറിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്വമാണ്. ഇത് കഴിഞ്ഞിറങ്ങുന്ന ആൾക്കാരെയൊക്കെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കണം. Now, if you have ever wanted to change the world, this is your chance to do it. One motivational speech at a time. ഈ ലോകത്തിനെ മാറ്റിമറിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് മുമ്പിലുണ്ട്. എന്താണത്? ഡു മോട്ടിവേഷൻ സ്പീക്കിംഗ്. നിങ്ങൾ ഈ ലോകത്തിനെ മാറ്റിമറിക്കണമെന്നുണ്ടെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കിങ്ങിലേക്ക് ഇറങ്ങുക. നിങ്ങളുടെ അറിവിനെയും നിങ്ങളുടെ സമയത്തിനെയും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങൾ ലോകത്തിനെ മാറ്റിമറിക്കും, അത് നിങ്ങൾക്കൊരു വരുമാന മാർഗവും നേടിത്തരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ മോട്ടിവേഷൻ സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ എന്നും കാണുന്ന മോട്ടിവേഷണൽ സ്പീക്കിംഗ് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ദ സെയിം. അത് ഒരുപോലെയുള്ള കാര്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നൗ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഷോർട്ട് ആൻസർ ഉണ്ട്. According to Huygens, what is a crucial element in crafting a compelling motivational speech? അതാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാൻ ഒരു നല്ല അടിപൊളി ഒരു മോട്ടിവേഷണൽ സ്പീച്ച് എടുക്കണം എന്നിരിക്കട്ടെ, എന്താ അതിന് വേണ്ട പ്രധാനപ്പെട്ട കീ എലമെന്റ്സ് എന്തൊക്കെയായിരിക്കും? എല്ലാം കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കീ എലമെന്റ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നൗ, how does a speaker should handle nervousness before a speech? നമ്മൾ ചിലർ പറയുന്ന കേൾക്കാറുണ്ട്, ഒരു സ്റ്റേജിൽ പോയി നമ്മൾ ഇങ്ങനെ വിറയ്ക്കും. അപ്പൊ അതിനുപരിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വിറയൽ അല്ലെങ്കിൽ ഈ നെർവസ്നെസ് നിർത്താൻ വേണ്ടിയിട്ട് ഒരാൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, പിന്നീട് കറക്റ്റായിട്ട് സബ്ജക്ട് നോളജ് നമ്മൾ ഗെയിൻ ചെയ്ത് പോകണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ കുഴങ്ങിപ്പോയി. നൗ തേർഡ് വൺ, വാട്ട് ഡസ് Huygens ഐഡന്റിഫൈ ആസ് എ കോമൺ മിസ്റ്റേക്ക് ടു ന്യൂ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് മേക്ക്? പുതിയതായിട്ട് വരുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, അവര് പ്രധാനമായിട്ടും ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നാണ് അയാൾ ചോദിക്കുന്നത്.
അതായത് പുതിയൊരാൾ വരികയെന്നിരിക്കട്ടെ, കുറച്ചൊക്കെ തപ്പും തടയും, അതുപോലെ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകും, ചില കാര്യങ്ങളൊക്കെ മറക്കും, ചില കാര്യങ്ങളൊക്കെ പേടിച്ച് പറയാതിരിക്കും. ഈ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാ സ്പെസിഫൈ ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇതൊക്കെ 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ്, വലുതായി എഴുതി വെക്കരുത്, കറക്റ്റ് പോയിന്റ് മാത്രം എഴുതുക. നൗ, ഹൗ ഡസ് എ സ്പീക്കർ ഷുഡ് ഹാൻഡിൽ ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഓഡിയൻസ് ഡ്യൂറിങ് എ പ്രസന്റേഷൻ? ചിലര് അങ്ങോട്ടെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും, നീ എന്തിനാ ആ ചോദ്യം ചോദിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ എങ്ങനെയാണ് ഓഡിയൻ എന്ന് പറയുന്ന ഒരാള്, അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഡീൽ ചെയ്യണം? വളരെ സൗമ്യമായിട്ട് നിന്ന് പറയണം, ചോദിക്കുന്ന ചോദ്യം മുഴുവൻ കേൾക്കണം, എന്നിട്ട് വേണം ഉത്തരം പറയാൻ വേണ്ടിയിട്ട്. ഇത്രയാവുമ്പോൾ ഒരു നല്ല മോട്ടിവേഷണൽ സ്പീക്കർ ആയിട്ട് നിങ്ങൾ മാറും.